ഹലോ, ഐ ആം സീനുഷാൻ. വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഫ്രോക്കിൻ്റെ മെറ്റീരിയലാണ് ഇട്ടത്. നെറ്റിൻ്റെ ക്ലോത്താണ്. നമ്മൾ ലൈനിങ് വെക്കുന്നത് സാറ്റിനാണ്. മുന്നേ കൊടുക്കുന്ന വീഡിയോയിലത്തെ പോലെ തന്നെ യോക്ക് ഭാഗം വേറെയും താഴെ സ്കേർട്ട് വേറെ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വീനക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലും വീ കഴുത്താണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലൈനിങ് വെച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെറ്റിൻ്റെ 3 ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്പർല കട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മേലെ യോക്കിന്റെ ഭാഗം ഒരു 8 ഇഞ്ചും താഴെ ഒരു 12 ഇഞ്ചുമാണ് വരിക. അപ്പോൾ നമുക്ക് 12ൽ നിന്ന് 3 ഇഞ്ച് വീതം കുറച്ചിട്ട് അങ്ങനെ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 3 ഇഞ്ച് കുറവിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഏറ്റവും 12 ഇഞ്ചുള്ള ക്ലോത്ത് ആദ്യം വെക്കാം. പിന്നെ അതിൻ്റെ മീതെ അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, അങ്ങനെ 3 ലെയറായിട്ട് വെച്ച് നമുക്ക് നല്ല ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഒപ്പം വെച്ച് നമുക്ക് ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് മീതെ അടിയിൽ ഇനി ലൈനിങ് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് യോക്കായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം എല്ലാ സ്റ്റിച്ചും കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഓവർലോക്ക് ചെയ്യാൻ. ബ്ലേഡ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കട്ടായിട്ട് പോവും. അതുകൊണ്ട് കറക്റ്റ് വെച്ച് നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് ഓവർലോക്ക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ, ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് യോക്കിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. സ്ട്രാപ്പ് പിടുത്തിന്റെ അവിടെ പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം പൈപ്പിംഗ് ഒന്ന് വെച്ച് ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം വി ആകൃതി നമുക്ക് കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൈക്കുഴിയും നല്ല ഭാഗങ്ങൾ രണ്ടുള്ളിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് അടിച്ച് മറിക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. തയ്യൽത്തുമ്പോൾ ഒന്നും നമുക്ക് കാണില്ല. അത് സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. വേറെ പീസൊന്നും വെക്കാതെ ചെയ്യാവുന്ന സിമ്പിളാണ് കേട്ടോ. ഇനി ഇങ്ങനെ ചീത്തവശത്ത് വെച്ച് അടിച്ചു കൊടുത്ത് നമുക്കൊന്ന് ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം അടിച്ച് മറിക്കാം കേട്ടോ. സിമ്പിളായിട്ട് ചെറുതായിട്ട് നമുക്ക് സീക്വൻസ് ഒന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ആദ്യം ഒരു ലെയർ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ സെക്കൻഡ് അങ്ങനെ 3 ലെയറായിട്ടാണ് നമ്മളത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഗോൾഡിന്റെ സീക്വൻസും പിന്നെ സിൽവറിന്റെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. വലിയ കുഴപ്പമില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. സെൻട്രലായിട്ട് ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലോത്തുമേ ചെറിയ എംബ്രോയിഡറി വർക്ക് ഉണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, കുഴപ്പമില്ല. ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ.